അത് അങ്ങനെ ഇപ്പോ അവിടെ കാണാൻ വരുന്ന ആളുകൾ തന്നെ ഒരു സമ്മേളനത്തിലുള്ള ആളുകളുണ്ട് എന്നാ. ആ നഗരി കാണാൻ വരുന്നവര് അവിടെ ഒരു കൊടി കാട്ടി, കൊടിക്ക് വേണ്ടി ഒരു കാല് കാട്ടി, അല്ല കൊടിക്ക് വേണ്ടിയല്ല, ആ സമ്മേളനത്തിലെ ക്യാമ്പിന് ഒരു കാല് കാട്ടിയിരുന്നാണ് ഞങ്ങളിൽ കൂടി പോയിട്ട്. അപ്പൊ ആ കാലിന്റെ അടുത്ത് വന്നിട്ട് ഞങ്ങള് മുമ്പ് ശജറത്ത് ഒരു മരത്തിന്റെ ചോട്ടിൽ വെച്ചുകൊണ്ട് ബയ്യത്തുണ്ടായല്ലോ. പിന്നെ അവിടെ ആ മരത്തിന്റെ അടുത്ത് ബർക്കത്തെടുക്കാൻ വന്നു ആൾക്കാരെന്താ. ആ ബർക്കത്തെടുക്കലൊക്കെ അധികമായപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മരം മുറിക്കാൻ പറഞ്ഞത് ബർക്കത്തെടുത്തുകൊണ്ട് മുറിക്കാനുമില്ല, ബർക്കത്തെടുത്തിനെ മരം മുറിക്കാനുമില്ല. നമ്മൾക്കൊക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ ബർക്കത്തെടുത്ത മരം മുറിക്കാൻ വേണ്ടി ഉമർ അങ്ങനെയല്ല സംഭവം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ അവിടെ മരങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാരും ഈ മരം മറന്നുപോയി. അപ്പൊ ബർക്കത്തെടുക്കേണ്ട മരം എല്ലാത്തോടത്തും ബർക്കത്തെടുക്കാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ മുറിച്ചാളാണ് ആ മരം മുറിച്ചു എന്ന് പറഞ്ഞപ്പോ ആളുകളൊക്കെ വിചാരിച്ചു ആ ബയ്യത്തു ഷജറ, ആ എവിടെയാണോ ഏത് ഷജറത്തിന്റെ ചുവട്ടിലാണോ ബയ്യത്തുണ്ടായത് ആ മരം മുറിച്ചിക്കണല്ലോ, ഇനിയിപ്പോ അങ്ങോട്ട് പോണ്ടാന്ന്. അല്ലാതെ ബർക്കത്തെടുക്കാൻ പറ്റാത്തതിന്മേൽ ബർക്കത്തെടുക്കൽ വന്നപ്പോഴാണ് മുറിക്കാൻ പറഞ്ഞത്. അപ്പൊ ജനങ്ങൾ കാലാന്തരങ്ങളിൽ അറിയാതെ ഇരിക്കും ഏത് മരത്തിന്റെ ചുവട്ടിലാണ് ബയ്യത്തുണ്ടായതെന്നൊക്കെ. അപ്പൊ പലരും അടയാളം വെച്ച് പോന്നിട്ടുണ്ടല്ലോ. അപ്പൊ പലരും ചെന്ന് പല മരത്തിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മുറിക്കാൻ പറഞ്ഞു. സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മറ്റൊരു സംഗതി കൂടി ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. 2958 നമ്പർ ഹദീസ്. ഇമാം ബുഖാരി റഹിമഹുല്ല അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുകയാണ്, റജഅനാ മിനൽ ആമിൽ മുഖ്ബിലി ഫമജ്തമഅ മിന്നാ ഇസ്നാനി അലാ ശജറത്തി അല്ലതി ബായാനാ തഹ്തഹാ വകാനത് റഹ്മതൻ മിനല്ലാഹ്. എന്താണ് പറഞ്ഞത്? ഹുദൈബിയ സന്ധി കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ നിന്ന് പോയി. പരിശുദ്ധ മക്കയുടെ അടുത്ത പ്രദേശമായ ഹുദൈബിയയിൽ നിന്ന് സന്ധി കഴിഞ്ഞു പോയി. ആ സന്ധി നടന്നത് ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ടാണ്. ഇത് യുബായൂനക തഹ്ത ശജറാ, സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് അഗ്രിമെന്റ് തന്ന, നിങ്ങൾക്ക് ഉടമ്പടി തന്ന ആ മരം എന്ന് പറയുന്ന ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ മരം, പുണ്യമരം, പുണ്യമുള്ള മരം, ആ മരം ഞങ്ങൾക്ക് പരിചയമുള്ള മരമായിരുന്നു. പക്ഷേ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ഞങ്ങൾ മദീനയിലേക്ക് തിരിച്ചുപോയി. പിറ്റത്തെ വർഷം ഞങ്ങൾ വന്നു. പിറ്റത്തെ വർഷം ഉംറ ചെയ്യാൻ വേണ്ടി ഉടമ്പടി പ്രകാരം വീണ്ടും ഹുദൈബിയ വഴിയിലൂടെ മക്കയിലേക്ക് വരികയാണ്. ആ സമയത്ത് ആ മരം എവിടെ പോയി എന്ന് നോക്കുന്നു. ഒരു പുണ്യമരമല്ലേ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മരമല്ലേ, മുഹമ്മദ് റസൂലുള്ളാഹ് ഇരുന്ന മരമല്ലയോ, പ്രവാചക തിരുമേനിക്ക് തണൽ വിരിച്ചു കൊടുത്തിട്ടുള്ള മരമല്ലയോ, ആ മരം ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുകയാണ്, റജഅനാ മിനൽ ആമിൽ മുഖ്ബിൽ, പിറ്റത്തെ വർഷം ഞങ്ങൾ ആ പ്രദേശത്ത് കൂടെ വന്നു, ഞങ്ങൾ സഹാബികൾ വന്നു. പക്ഷേ വമജ്തമഅ മിന്നാ ഇസ്നാൻ, ഞങ്ങളെ കൂട്ടത്തിലെ രണ്ടാളുകൾക്ക് പോലും ഒരു അഭിപ്രായമില്ലായിരുന്നു. ഞങ്ങൾ എത്ര ആളുകളുണ്ടെന്ന് അറിയില്ല, 2 ആണോ 20 ആണോ 100 ആണോ ഒന്നും അറിയില്ല, ഏതായാലും കുറെ ആളുകളുണ്ട്. പക്ഷേ 2 ആളുകൾക്ക് പോലും ഒരഭിപ്രായമില്ല, അഥവാ അത്രയും ഐക്യമില്ല, ബമ്പിച്ച ഭിന്നിപ്പായി. ഏതാണ് ആ മരം? ഞങ്ങൾ പ്രവാചക പുങ്കവർക്ക് ഉടമ്പടി നൽകിയിരുന്ന ആ മരം ഏത് എന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. നമ്മൾ പറയില്ലേ 6 ആളുകൾക്ക് 100 അഭിപ്രായമെന്ന് എന്നതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ 6 ആളുകൾക്ക് 100 അഭിപ്രായം. ഏതാണ് ആ മരം? ഇതാണ് എന്ന് ഒരു കൂട്ടർ, ഇതാണ് എന്ന് വേറൊരാൾ, അതാണ് മൂന്നാമത്തേതെന്ന് വേറൊരാൾ. ഒരാൾക്കും ഈ മരം ഏത് എന്ന് തീർത്ത് പറയാൻ പറ്റാത്ത വിധം കൺഫ്യൂഷനിലായി. എന്നിട്ട് പറയണം, ആ സംഭവത്തിന് അടിക്കുറിപ്പ് എഴുതിക്കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനത്ത് റഹ്മത്തൻ മിനല്ലാഹ്. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ആ മരമെങ്ങാനും ഇന്ന് നമ്മുടെ കൈവശത്തിലാണെങ്കിൽ എത്രത്തോളം കോടികൾ ഇന്നിവിടെ മറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും, എത്രത്തോളം ആളുകളുടെ കുമ്പ വീർത്തിട്ടുണ്ടാകും, എത്രത്തോളം ആളുകൾക്ക് ഷിർക്കിന്റെ മാർക്കറ്റിങ്ങിനുള്ള കാരണമായിട്ടുണ്ടാകും. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നത്, അയ്യോ ആ മരം നഷ്ടപ്പെട്ടു പോയല്ലോ, അതുകൊണ്ട് നമ്മളെ ഈമാൻ തെറിച്ചു പോയല്ലോ, അതുകൊണ്ട് നമ്മളെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ, അതുകൊണ്ട് നമുക്ക് 4 പൈസ ഉണ്ടാക്കാനുള്ള അവസരമില്ലാതായി പോയല്ലോ എന്നല്ല. തൗഹീദ് പഠിച്ച, സുന്നത്ത് പഠിച്ച, സുന്നിയായ സലഫിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നത്, അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? കാനത്ത് റഹ്മത്തൻ മിനല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹമായിരുന്നു. ഏത്? ആ മരം തിരിച്ചറിയപ്പെടാൻ പറ്റാതെ പോയത്, ആ മരത്തിന്റെ വിഷയത്തിൽ ഞങ്ങളെല്ലാവരും കൺഫ്യൂഷനിലായത്, അല്ലാഹുവിന്റെ ഭാഗത്ത്
ലോകത്ത് നിന്നുള്ള വലിയ അനുഗ്രഹമായിരുന്നു. എന്താ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ആ മരങ്ങാണും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോകും. ആ മരത്തിന് ബർക്കത്ത് ഉണ്ട്, സംശയമില്ല സഹാബികൾക്ക്. പക്ഷേ ആ ബർക്കത്ത് എടുക്കാൻ വേണ്ടി ശറയിൽ അനുമതിയില്ലാത്ത രീതിയിൽ ബർക്കത്ത് എടുക്കാൻ വേണ്ടി വിവരമുള്ളവർ എന്ന് പറയുന്ന ആളുകൾ തന്നെ മുന്നോട്ട് വരുമ്പോൾ വിവരമില്ലാത്തവർ എത്രത്തോളം പഴച്ചു പോകും. അതുകൊണ്ടാണ് സഹോദരന്മാരെ ആ ഹദീസിന്റെ പോലും അടിക്കുറിപ്പിൽ അൽ ഹാഫിദുൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല പറയുകയാണ്, എന്താണ് അള്ളാഹുവിന്റെ അനുഗ്രഹം? ഈ മരം കാണാതായിപ്പോയി, അതിലെന്താണ് അനുഗ്രഹമുള്ളത്? അതിലുള്ളത് ദുരന്തമല്ലേ? നമ്മൾ ഭാഷ പറഞ്ഞ ദുരന്തമല്ലേ? ഒരു വലിയ ദുരന്തം വന്നു പൊട്ടുപോയി, കാരണം മരം കാണാനില്ല. ഇബ്നു ഉമർ പറയുന്നത് അത് അനുഗ്രഹമാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറയുകയാണ്, ഒരു പക്ഷേ എൻ്റെ പഴയകാലത്തെ കൂട്ടുകാരായ വിദ്യാർത്ഥികൾ, എൻ്റെ പഴയകാലത്തെ സഹകാരികളായിരുന്ന സമസ്തയിലെ പണ്ഡിതന്മാർ ഒരു പക്ഷേ കണ്ടിട്ട് പോലും ഉണ്ടാവുകയില്ല ഈ ഉദ്ധരണി. ഇത് ഫത്ഹുൽ ബാരിയിലാണ്, ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം, കേട്ടോളൂ എന്റെ പ്രിയപ്പെട്ട മുസ്ലിയാക്കന്മാരെ. ഇബ്നു ഹജർ അസ്ഖലാനി പറയുകയാണ്, വബയാനുൽ ഹിക്മത്തി ഫീ ദാലിക വഹുവ അൻ ലാ യഹ്സുല ബിഹാ ഇഫ്തിതാനുൻ ലിമാ വഖഅ തഹതഹാ മിനൽ ഖൈരി ഫലൗ ബഖിയത് ലമാ ഉമിന തഅലീമു ബഅദിൽ ജുഹാലി ലഹാ ഹത്താ റുബ്ബമാ അഫ്ളാ ബിഹിം ഇലാ ഇത്തിഖാദി അന്ന ലഹാ ഖുവത നഫ്ഇൻ ഔ ദർരിൻ കമാ നറാഹു അൽആന മുശാഹദൻ ഫീമാ ഹുവ ദൂനഹാ. ഓരോ വാക്കിന്റെയും അർത്ഥം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയുകയാണ്, ആ മരം അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയത് ഒറ്റ കൊല്ലം കൊണ്ടാ. ഒരു തേക്കിന്റെ മരം ഒറ്റ കൊല്ലം കൊണ്ട് ഇല്ലാതാകുമോ? നമ്മുടെ നാട്ടിൽ തേക്കിന്റെ മരം ശോഷിച്ച് പോകണമെങ്കിൽ പതിറ്റാണ്ടുകൾ പിടിക്കും. എന്നാൽ ആ വലിയ മരം 1400 പേരുടെ ഉടമ്പടി വാങ്ങാൻ വേണ്ടി മുഹമ്മദുനിൽ മുസ്തഫ ഇരുന്നിട്ടുള്ള ആ വലിയ മരം ഒരു കൊല്ലം കൊണ്ട് കാണാനില്ല. അത് അനുഗ്രഹമല്ലെങ്കിൽ പിന്നെ എന്താണ് അനുഗ്രഹം? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ കൊട്ടേഷൻ വിശദീകരിച്ചുകൊണ്ട് വഹാബി അല്ലാത്ത, നിങ്ങൾ പറയുന്ന സലഫി അല്ലാത്ത, നിങ്ങളുടെ ആളെന്ന് പറയുന്ന ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നതിന്റെ സാരാംശം എന്താണെന്നറിയുമോ? ആ മരം എങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ വിവരദോഷികളായ ഒരുപാട് ആളുകൾ ഫിത്നയിൽ അകപ്പെടുമായിരുന്നു. എന്താ ഫിത്ന? വ്യഭിചാര. മരത്തിന് ആരും വ്യഭിചരിക്കോ? വ്യഭിചാരമല്ല ഫിത്ന. പിന്നെ എന്താ ഫിത്ന? ശിർക്ക് ചെയ്യുമെന്ന ഫിത്ന തന്നെ. അതൊന്നും ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറയാ, ഈ മരത്തിനേക്കാളും എത്രയോ താഴെ പടിയിലുള്ള, അല്ലേ, മമ്പറത്തും പുത്തമ്പള്ളിയിലുള്ള മരങ്ങളിൽ ശിർക്ക് ചെയ്യുന്നില്ലേ? മടവൂരിലെ കല്ലുകൾക്കും അതുപോലെ മണലിനും മണ്ണിനും അതിന്റെ പേരിൽ ശിർക്ക് നടക്കുന്നില്ലേ? ആ മണ്ണും ഈ മരവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! ഇത് യുബായൂനക തഹത ശജറ എന്ന് പരിശുദ്ധ വേദഗ്രന്ഥത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ പറഞ്ഞിട്ടുള്ള ആ മരത്തിന്റെ നാലയലത്ത് വെക്കാൻ പറ്റാത്ത ഒരുപാട് മരങ്ങൾ കൊണ്ട്, ഒരുപാട് കല്ലുകൾ കൊണ്ട് ഈ സമുദായത്തിലെ വിഡ്ഢികളായ ആളുകൾ പുരോഹിതന്മാരുടെ ഒത്താശയോട് കൂടി ശിർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പടച്ചോനെ, എന്തൊരു കട്ടിയുള്ള വാക്കാ! കമാഹുവ മുശാഹദുൻ. സത്യത്തിൽ മുജാഹിദീങ്ങളും കൂടി ഇത്ര പറയാറില്ല. കമാഹുവ മുശാഹദുൻ. മുജാഹിദീങ്ങൾ ഏകദേശം കമ്മട്ടത്തിന് പറഞ്ഞു പോരാ, കുറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത് കമാഹുവ മുശാഹദുൻ, അത് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ കാണുന്നു. എന്നെ പോലെയുള്ള ഉൾക്കാഴ്ചയുള്ള ഹദീസ് തിരിയുന്ന സുന്നത്ത് തിരിയുന്ന പണ്ഡിതന്മാർ കാണുന്നുണ്ട് ജനങ്ങൾ ശിർക്ക് ചെയ്യുന്നത്. ഏത് വിഷയത്തിൽ? ഈ മരത്തിന്റെ ഒന്നും നാലേലത്ത് വെക്കാൻ വകുപ്പില്ലാത്ത ഏതോ മടവൂരാദികളുടെ മരങ്ങളുടെ പേരിൽ ഇവിടെ ശിർക്ക് നടക്കുന്നുണ്ടെങ്കിൽ എത്രയോ പുണ്യമുള്ള ഈ മരത്തിന്റെ കാരണം കൊണ്ട് എത്ര ആളുകൾ വഴിവെച്ചു പോകും. അതുകൊണ്ട് അതിനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മ ചെയ്തു എന്നത് ഈ സമുദായത്തോട് അല്ലാഹു കാണിച്ചിട്ടുള്ള കാരുണ്യമാണ് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന വിവേകശാലി സുന്നിയായ സലഫിയായ സഹാബിയായ മഹാനവറുകൾ പറഞ്ഞത് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം സ്പഷ്ടമായ ഭാഷയിൽ ഫത്ഹുൽ ബാരിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ പള്ളി ദർസിൽ നിങ്ങൾ പറഞ്ഞില്ലേ, ഇവിടെ ഇവര് മുജാഹിദീങ്ങൾ കിതാബ് നോക്കുന്നില്ല. നിങ്ങൾ കിതാബ് നോക്കുന്നില്ല. സത്യത്തിൽ നിങ്ങൾ കിതാബ് നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാമായിരുന്നു.